സാറേ, മമതയുടെ പശ്ചിമ ബംഗാളിൽ വ്യാജരേഖകളുമൊക്കെ ആയിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു കേൾക്കുന്നല്ലോ. അതെ, അതായത് ബംഗ്ലാദേശ് പൗരത്വമുള്ളൊരു സ്ത്രീ, അവർക്ക് വ്യാജമായിട്ട് രേഖകളൊക്കെ വെച്ചിട്ട്, മമതയുടെ കയ്യിലാണല്ലോ ഭരണകൂടം, റവന്യൂ ഓഫീസർമാരെയൊക്കെ വിളിച്ച് പറഞ്ഞാൽ പോരെ, അതെ നമ്മുടെ ഒരാളുണ്ട്, മൊത്തം കാർഡുകൾ റെഡിയാക്കിക്കോന്നല്ലേ. അപ്പോൾ അവര് മുസ്ലിമാണ്, അവർക്ക് ഇവിടുത്തെ OBC സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു. മറ്റു രേഖകളൊക്കെ ഉണ്ടല്ലോ, ആധാർ തുടങ്ങി തെരഞ്ഞെടുപ്പിന് രേഖകൾ ധാരാളം വേണ്ടേ, ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ അവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയ സംഭവമാണ് വന്നിരിക്കുന്നത്. അത് ഒരുപാട് അന്വേഷിച്ച് നടപടി പക്ഷേ പൂർണ്ണമായിട്ടുമില്ല. രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. മാൾഡ ജില്ലയിലാണ് പഞ്ചായത്ത് പ്രധാൻ ലവ്ലി ഖാറൂൺ എന്നാണ് പേര്, ലവ്ലി ഖാറൂൺ. പക്ഷെ അന്വേഷിച്ചു വന്നപ്പോൾ അവരുടെ ശരിയായ പേര് നാസിയ ഷെയ്ഖ് എന്നാണ്. ഈ ലവ്ലി ഖാറൂൺ എന്നുള്ള പേരിലാണ് അവർ ഈ OBC സംവരണത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്നത്. അവർ ബംഗ്ലാദേശ് അതിർത്തി കടന്നു വരുമ്പോൾ അവർക്ക് പാസ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പാസ്പോർട്ട് ഇല്ലാതെ അതിർത്തി കടന്ന് പ്രവേശിച്ചാണ്. അങ്ങനെ ധാരാളം ആളുകൾ അവിടെ വന്നിട്ടുണ്ടല്ലോ, രോഹിംഗ്യകളും ഒക്കെ വന്നിട്ടുണ്ട് ബംഗാളിൽ. അപ്പോൾ പിന്നെ അനധികൃത കുടിയേറ്റമാണ്. ഒരു രേഖയില്ല അവരുടെ കയ്യിൽ, പാസ്പോർട്ടും ഇല്ല, ഒന്നുമില്ല. അനധികൃത കുടിയേറ്റം നടത്തിയിട്ട് വ്യാജരേഖകൾ ഉണ്ടാക്കിയിട്ട് തെരഞ്ഞെടുപ്പിൽ നിന്നു എന്നൊക്കെ ഉള്ളത് തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് കുറ്റം കൂടി അവരുടെ മുകളിൽ വന്നിരിക്കുകയാണ്. ബംഗ്ലാദേശ് പൗരത്വം ആണല്ലോ ഉള്ളത്. അവര് മാൾഡയിൽ റഷീദാബാദ് ഗ്രാമപഞ്ചായത്ത് പ്രധാൻ ആണ് അവര്, റഷീദാബാദ്. അപ്പം അറിയാമല്ലോ ആ സ്ഥലമൊക്കെ അവരുടേതാണെന്നുള്ളത്. ഐഡന്റിറ്റി കാർഡ് ഒക്കെ വ്യാജാണ്. ഇവരുടെ ഈ ആരാണ് ശരിക്കും അവരാരാണെന്നുള്ളത് ഒരുപാട് വർഷങ്ങളായിട്ട് അവർ മറച്ചു വെച്ചിരിക്കുകയാണ്. കുറേ വർഷങ്ങളായിട്ട് അവർ ഈ നാസിയ ഷെയ്ഖ്, ലവ്ലി ഖാറൂൺ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ TV9 ബംഗ്ല, ആ TV ചാനൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. ചാനൽ സ്വന്തം നിലയ്ക്കൊരു അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവന്ന വിവരമാണ്. ഇന്ത്യൻ പൗരത്വം അവർ നേടിയിട്ടുണ്ട് ഈ വ്യാജരേഖകളൊക്കെ വഴി. ഹരിസ് ചന്ദ്രപൂരിലെ TMC നേതാക്കൾ അവരാണ് ഈ രേഖകളൊക്കെ ഇവർക്ക് സംഘടിപ്പിച്ചു കൊടുത്തത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കാനായിട്ട് ചില സാക്ഷികൾ ഒപ്പിടുമല്ലോ, ഇന്ന 2-3 പേര് ഒപ്പിട്ട് കൊടുക്കണമല്ലോ ഇവരെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സാക്ഷികളായിട്ട് കാണുന്ന പേരുകാർ പറയുന്നത് ഞങ്ങളൊന്നും പോയി ഒപ്പിട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സാക്ഷികളല്ല ഒപ്പിട്ടത്, അല്ല, അവരുടെ ഒപ്പുകൾ ഇവർ തന്നെ വ്യാജമായിട്ട് അവിടെ ഇപ്പോൾ കുട്ടപ്പൻ നായർ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഇവർ തന്നെ ഒപ്പിടുക. ഇതൊക്കെ അവരുടെ ഓഫീസുകളാണല്ലോ, TMCയുടെ ആളുകൾ. അങ്ങനെ വ്യാജന്മാരാണ് പിന്തുണച്ചിരിക്കുന്നത്. വ്യാജ ഒപ്പ്, പിന്നെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യാജരേഖകൾ മുഴുവൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള രേഖകളും ഒക്കെ സാക്ഷികളായിട്ട് ഞങ്ങളെ ഉപയോഗിച്ചതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല എന്ന് ആ സാക്ഷികളായിട്ട് ഒപ്പിട്ട ആളുകൾ ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊന്നുമല്ല, ഞങ്ങൾ പോയി ഒപ്പിട്ടിട്ടുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇത് കേസാണ്. അപ്പോൾ ഇവർക്കെതിരെ നിന്ന് തോറ്റ രഹാന സുൽത്താന ആണ് ഹർജി കൊടുത്തിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം ചെയ്യണം അല്ലേ, റദ്ദാക്കണം. അല്ല സാർ, ഇപ്പം നമ്മളൊരു വോട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ തിരിച്ചറിയൽ കാർഡൊക്കെ വ്യാജമാണെങ്കിൽ തന്നെ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടെ വോട്ട് ചെയ്യാൻ നിൽക്കുകയല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. അപ്പം ആ നിയമത്തെ തന്നെ ലംഘിക്കുന്ന രീതിയിലല്ലേ പ്രവർത്തനം? സ്ഥാനാർത്ഥി തന്നെ വ്യാജമാണ്, സ്ഥാനാർത്ഥി തന്നെ വ്യാജമാണ് അല്ലേ, വ്യാജ സ്ഥാനാർത്ഥി. ഈ ചഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഡിവിഷൻ ഓഫീസറോട്, SDOയോട് വിവരങ്ങൾ മുഴുവൻ അന്വേഷിച്ച് 6 മാസത്തിനകം കൊണ്ടുവരാനായിട്ട് ഹൈക്കോടതി പറഞ്ഞിരുന്നു. 6 മാസം കഴിഞ്ഞു, എന്നിട്ടും ഹൈക്കോടതിയിൽ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല, ഈ ഡെഡ് ലൈൻ കഴിഞ്ഞിട്ടും. അപ്പോൾ പ്രാദേശിക അധികൃതർ, സർക്കാർ ഈ ഭരണകൂടത്തിൻ്റെ ആളുകളൊക്കെ ഇത് മറച്ചു പിടിക്കാനുള്ള വഴികൾ തേടുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ അറിയുന്നത്.
ഹൈക്കോടതി ഇനി ഫെബ്രുവരി 25-ാം തീയതിയാണ് കേസ് പരിഗണിക്കുക. ഫെബ്രുവരി 25. ID കാർഡ്, OBC സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ജാതി സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടാൻ വലിയ പ്രയാസമല്ലേ ഇവിടെയൊക്കെ? അതെ. ഇവർക്ക് OBC സർട്ടിഫിക്കറ്റ് ഉണ്ട്, ID കാർഡ് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്, തെരഞ്ഞെടുപ്പ് കാർഡുണ്ട്, എല്ലാ കാർഡുകളും അവർക്കുണ്ട്. പേര് വ്യാജ പേരിലാണല്ലോ അതെ ഈ സാധനങ്ങൾ മുഴുവൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവരോട് ടെലിവിഷൻ ചാനലിൽ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ തിരക്കുകാരനിപ്പോൾ ഒരുപാട് തിരക്കുണ്ട്, സമയമില്ല, ഒരു സ്ഥാനത്തിരിക്കുകയല്ലേ, ധാരാളം തിരക്കുകൾ കാണും. അപ്പോൾ ഇതാണിപ്പോൾ ബംഗാളിലെ അവസ്ഥ. അപ്പോൾ ഈ ഒരു ഗൗരവപൂർണമായ ഒരു ചുമതലയിലേക്കാണ് അവരെ എത്തിപ്പെട്ടത്. അപ്പോൾ അങ്ങനെ എത്തിപ്പെടുന്ന ആൾക്കാർക്ക് പോലും ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസ് ഇത്രയും സഹായം ചെയ്യണമെങ്കിൽ ഇതിന് മുമ്പിരുന്ന CPM സർക്കാർ അതുപോലെ സഹായം ചെയ്തിട്ടുണ്ടാവില്ലേ? അതുകൊണ്ടായിരിക്കില്ലേ വരുന്നത് ഈ തൃണമൂലും ഇത്തരത്തിൽ വരുന്ന ബംഗ്ലാദേശികൾക്കെല്ലാം CPM സർക്കാരിന് ഇതുപോലെ സഹായം ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്താണെന്നറിയാമോ? ബൂത്ത് പിടിക്കുകയായിരുന്നു. ഇത്ര റിസ്ക് ഒന്നും എടുക്കില്ല, നേരെ ചെന്ന് കാര്യങ്ങൾ ചെയ്യുക അല്ലേ? അതെന്താന്ന് വെച്ചാൽ അശോക് മിത്ര അവിടെ ധനമന്ത്രി ആയിരുന്നല്ലോ നേരത്തെ. അതെ. EMSന്റെ മന്ത്രിസഭയുടെ കാലത്ത് ഈ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ എങ്ങനെയാണ് ഈ ബജറ്റ് ഉണ്ടാക്കുക, എഴുതി ഉണ്ടാക്കുക എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ അശോക് മിത്ര വന്നിട്ട് തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിട്ടാണ് ഇത് പഠിക്കുന്നത്, ആ ബജറ്റ് ഉണ്ടാക്കുന്നത് ആദ്യത്തെ എങ്ങനെയാണെന്നൊക്കെ EMS മന്ത്രിസഭയുടെ. അപ്പൊ ഈ അശോക് മിത്രയുടെ ഒരു ആത്മകഥ ഒരു ഗംഭീര ആത്മകഥയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചു. അപ്പോൾ ഹരേകൃഷ്ണ മേത്താവായിരുന്നു അവിടെ പഞ്ചായത്ത് മന്ത്രിയോ ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഈ ഭൂപരിഷ്കരണവും മറ്റൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ആളുകൾക്ക് സ്ഥലം 5 സെന്റ് 10 സെന്റ് ഭൂമി പിടിച്ചിട്ട് കൊടുക്കണ്ടേ? ഈ ഭൂപരിഷ്കരണത്തിന്റെ രേഖകൾ മുഴുവൻ ഓരോരുത്തർക്ക് കൊടുക്കണമല്ലോ. സുനിജിക്ക് 5 സെന്റ് എന്ന് പറഞ്ഞാൽ സുനിജിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരണ്ടേ? അവിടെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂപരിഷ്കരണത്തിന്റെ രേഖകൾ മുഴുവൻ പാർട്ടി ഓഫീസിലാണ് സൂക്ഷിച്ചിരുന്നത്. അപ്പം പാർട്ടി ഓഫീസിൽ സൂക്ഷിക്കുമ്പോൾ ഓരോരുത്തരുടെയും ഭൂമിയുടെ രേഖകൾ മുഴുവൻ പാർട്ടി ഓഫീസിൽ ഇരിക്കുകയല്ലേ? അപ്പൊ പാർട്ടി പറയുന്ന ആൾക്കെ പോയി വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആർക്കും വോട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇവര് പോയി വേറെ ആർക്കെങ്കിലും വോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭൂമി ഇല്ല. ഇവര് ഇത് ഇന്ന് കിട്ടും നാളെ കിട്ടും പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ എന്റെ ഭൂമിയുടെ രേഖ. പക്ഷെ തെരഞ്ഞെടുപ്പ് ഓരോ 5 വർഷം കഴിയുമ്പോൾ മറ്റേ ഭൂപരിഷ്കരണ രേഖ പാർട്ടി ഓഫീസിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പൊ ഈ പാർട്ടി ഓഫീസുകളൊക്കെ ഇപ്പൊ TMC പിടിച്ചിട്ടുണ്ടല്ലോ, ഈ രേഖകൾ മുഴുവൻ ഇപ്പൊ TMCയുടെ കയ്യിൽ കിട്ടിട്ടുണ്ടാവും. അതാണ് ഇപ്പൊ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും TMC കയ്യിലുണ്ടായിരുന്ന സീറ്റും കൂടി TMCക്ക് ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പ് കിട്ടി. അതെ, അപ്പോഴും അവർ ഇതേ തന്ത്രമായിരിക്കും ഉപയോഗിക്കുന്നില്ലേ? ഞങ്ങളുടെ ഇരിപ്പുണ്ട് സാധനമൊക്കെ, വന്ന് വോട്ട് ചെയ്തിട്ട് വന്നാൽ നിങ്ങൾക്ക് ഗുണമാകും. ഇപ്പൊ ഇവിടെ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അവിടെ സമ്മേളനങ്ങൾ നടത്താൻ പറ്റുന്നില്ലല്ലോ. ജില്ലാ സമ്മേളനങ്ങൾ ഒന്നും നടക്കാൻ പറ്റില്ല. 5-6 ജില്ലയിലേക്ക് സമ്മേളനങ്ങളെല്ലാം കൂടി ഒരു കല്യാണ മണ്ഡപത്തിൽ ഒരുമിച്ച് നടത്തുക, അങ്ങനെയൊക്കെയാണ് അവിടെ പാർട്ടി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന എതിർ സ്ഥാനാർത്ഥിക്ക് ഈ ചാനൽ വിവരം പുറത്തു കൊണ്ടുവന്നതിന് ശേഷമാണ് ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകാന്നുള്ള ഒരവസ്ഥയിലേക്ക് വന്നത്. അങ്ങനെയല്ല, ഇവരെ പറ്റി സംശയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഇവര് പുറത്തുനിന്ന് വന്നാണെന്നും ഈ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നും. അപ്പൊ നിങ്ങളും ഇത് അന്വേഷിക്കണം എന്നൊരു ടിപ്പ് ഓഫ് കിട്ടിയിട്ടാണല്ലോ നമ്മൾ ഈ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. അതെ, നമ്മളത് പിന്നെ അന്വേഷിക്കുകയാണ്, കണ്ടുപിടിക്കുകയാണ് രേഖകൾ മുഴുവൻ. അപ്പോൾ ഇതിന്റെ കൂടെ ഇവര് ബംഗ്ലാദേശിലെ ഇന്ന സ്ഥലത്തായിരുന്നു എന്നുള്ള വിവരം ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ അവിടെ പോയിട്ടും അവിടുന്ന് ബംഗ്ലാദേശ് വരെ പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അവിടെ നിന്നുള്ളൊരു MP വന്നിട്ട് കൊല്ലപ്പെട്ടില്ലേ കഴിഞ്ഞ കൊല്ലം കൽക്കട്ട വെച്ച്? അതെ. അപ്പോൾ ചികിത്സയ്ക്ക് ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ വരുന്നത് മുഴുവൻ ഇപ്പൊ മാലിദ്വീപിൽ നിന്ന് തിരുവനന്തപുരത്ത് ചികിത്സയ്ക്ക് വരും. അതെ, വിദഗ്ധ ചികിത്സ കുറഞ്ഞ ചെലവിൽ അല്ലേ? അപ്പൊ ചികിത്സക്കൊക്കെ വരുന്നതൊക്കെ ബംഗ്ലാദേശികൾ വരാനുള്ള ഒരു പൊസിഷൻ കൽക്കട്ടയാണ് അവര് പ്രധാനപ്പെട്ട സ്ഥലം. മാത്രമല്ല ബംഗ്ലാദേശികൾക്ക് ബംഗ്ലാദേശിൽ പല രാജ്യങ്ങളുടെയും എംബസി ഒന്നുമില്ല. ഇപ്പൊ ലണ്ടനിൽ പോകണം, അമേരിക്കയിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നുണ്ടെങ്കിൽ കൽക്കട്ടയിൽ വന്നിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ അപ്പൊ ഇന്ത്യൻ എംബസി നമ്മുടെ വിസ കേന്ദ്രങ്ങളൊക്കെ ബംഗ്ലാദേശിലുള്ളൊക്കെ ഇപ്പൊ അടച്ചത്. യൂനിസ് വന്നപ്പോ നമ്മൾ ഇത് മുഴുവൻ അടച്ചു കളഞ്ഞല്ലോ. അതുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനും പറ്റില്ല. ജോലിക്കൊന്നും വേറെ രാജ്യങ്ങളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ട് എംബസികളിലൊക്കെ പോയിട്ട് വേണം ഇത് ചെയ്യാൻ. അവിടുന്ന് ഓൺലൈൻ അപേക്ഷ കൊടുക്കുക, അവർ വരിക, അങ്ങനെയാണ്. അല്ലാതെ എല്ലാ രാജ്യങ്ങളുടെ എംബസിയൊന്നും ബംഗ്ലാദേശിലില്ല.
അപ്പോൾ ഇപ്പം നിലവിൽ ഈ സ്ത്രീയുടെ ഒരു പരാതി വന്നു, ഇവരിപ്പോൾ ഇങ്ങനെ വ്യാജരേഖകളാണ്, ഇവർ ആ രാജ്യക്കാർ പോലും അല്ല എന്നുള്ള രീതി. അപ്പോൾ ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ വേറെയും കാണില്ലേ? ഇപ്പോൾ ഒരു സംഭവം മാത്രം പുറത്തു വന്നു. നമ്മളിപ്പോൾ ഈ സന്ദേശ് ഗലിയെ പറ്റി സംസാരിക്കുമ്പോൾ സന്ദേശ് ഗലിയിലെ ഷെയ്ഖ് ഷാജഹാൻ അയാൾക്ക് മുമ്പും ഒക്കെ ജയിച്ചിരുന്ന ആളുകളുടെയൊക്കെ കഥ നമ്മൾ പറയാറുണ്ട്. ഈ സന്ദേശ് ഗാലി വൻ ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു. പിന്നാണ് ഈ ഡെമോഗ്രാഫി ഒരു 45-46% അവിടുത്തെ ജനസംഖ്യ മുസ്ലിം ജനസംഖ്യയാണ്. ഈ ബംഗ്ലാദേശ് കടന്നു വന്ന ആൾക്കാരാവും ഇത് അല്ലേ? അങ്ങനെയുള്ളവരും രോഹിംഗ്യകളും മ്യാൻമാറിൽ നിന്ന് വന്നവര്. അപ്പൊ ഇവര് വോട്ടർമാരാകുന്ന എങ്ങനെയാ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവർക്ക് നമ്മൾ പൗരത്വം കൊടുത്തിട്ടില്ലല്ലോ. ഇല്ല, കൊടുത്തിട്ടില്ല. പക്ഷെ അവര് അവിടെ വോട്ടർമാരാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ സൂചന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മൊത്തം വോട്ടർ പട്ടിക പരിശോധിച്ചിട്ട് ഇങ്ങനത്തെ ആളുകളെ മുഴുവൻ എടുത്തു കളയണം. അവിടെ ഹൈക്കോടതിയുടെ തന്നെ ഒരു വിധി ഉണ്ടായിരുന്നല്ലോ. അതെ, പലതരം സർട്ടിഫിക്കറ്റുകൾ, സംഭരണം, അങ്ങനത്തെ സംഗതിയൊക്കെ എടുത്ത് കളഞ്ഞ വിധിയൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതെ, മൊത്തം വോട്ടർ പട്ടിക നോക്കി ഇവരൊക്കെ ഒഴിവാക്കുന്ന ഒരു പരിപാടി കേന്ദ്ര സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങി ചെയ്താലേ നടക്കുള്ളൂ. പക്ഷെ ചെയ്യേണ്ടത് അവിടുത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ ചെയ്യേണ്ടത്. അത് അവരുടെ കയ്യിലുള്ളതാണല്ലോ. കേന്ദ്രത്തിന് അതിൻ്റെ അകത്ത് റോളില്ല. അത് മാത്രമല്ല, ഈ ബാക്കി അടുത്ത സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒക്കെ ചെയ്യേണ്ടതും ഈ സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരല്ലേ. അപ്പൊ മമത പറയുന്നതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മമത പറയുന്നതാണ് അവർ ചെയ്യുന്നത്. ഇവർക്ക് രേഖ കൊടുക്ക്, ഇവരെ സ്ഥാനാർത്ഥിയാക്ക്. അങ്ങനെ TMCക്ക് അവിടെ ഈ ഒരു NRI സെല്ലുണ്ട്, മുസ്ലിം ഭൂരിപക്ഷം ഉള്ളത്. ഈ ഷാജഹാൻ ഷെയ്ഖ് അതിൻ്റെയൊക്കെ വലിയ നേതാവായിരുന്നു. പലപ്പോഴും നമുക്ക് തോന്നാറുള്ളത് മമതാ ബാനർജി ഇവരുടെ ബന്ദിയാണെന്നും നമുക്ക് തോന്നാറുണ്ട്. ബന്ദി എന്നല്ലേ പറയുന്നത്? അതായത് അവര് പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിന്നാൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയായിട്ട് നിൽക്കാം എന്ന് മുസ്ലിങ്ങൾ അങ്ങോട്ട് ഡിക്റ്റേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് പലപ്പോഴും ചിലപ്പോൾ പല ജില്ലകളിലേക്ക് മമതയ്ക്ക് എത്തിപ്പെടാൻ പോലും പറ്റില്ലായിരിക്കും അല്ലേ? ഞങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. ഭൂരിപക്ഷം ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതൊരു കൗതുകരമായ വാർത്ത തന്നെയാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഞെട്ടിക്കുന്ന വാർത്ത, സ്ഥാനാർത്ഥി. അതെ. അപ്പോൾ ഈ മമതാ ബാനർജിയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടാണ് ഈ ബംഗാൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒട്ടും ഒരു സുഖകരമായ കാര്യമല്ലല്ലോ. നടപടി ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.